ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ എടുത്തിട്ടുണ്ടാവും. പല കാര്യങ്ങൾ ചെയ്യാനും, പല സ്ഥലത്തേക്ക് പോകാനും, പല കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും, അങ്ങനെ പലതരത്തിൽ നമ്മൾ എക്സ്ക്യൂസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനും കുറേ എക്സ്ക്യൂസുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഈ റിവ്യൂ ചെയ്യുക ഒരുപാട് കാലത്തൊരു മോഹമായിരുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വേണോ വേണ്ടിയെന്ന കൺഫ്യൂഷനും ഇതൊക്കെ എടുത്ത് ഓരോ എക്സ്ക്യൂസുകൾ മനസ്സിനോട് പറഞ്ഞു, ഇത് വേണ്ട, ചെയ്യണ്ട. പക്ഷേ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് എത്തിയപ്പോൾ ഈ എക്സ്ക്യൂസുകൾക്ക് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇപ്പോൾ സിനിമ റിവ്യൂ ഒക്കെ തുടങ്ങിയതും. നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ ഇതൊക്കെ പറയാൻ കാരണം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു സിനിമ കണ്ടു. ആ സിനിമയിലും ഇതുപോലെ തന്നെ കുറേ കാലം മുമ്പായാൽ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്ത് അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ് ഒരു രോഗത്തിൻ്റെ പിടിയിലാവുമ്പോൾ സുശീല എന്നൊരു ക്യാരക്ടർ തൻ്റെ എക്സ്ക്യൂസുകൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു യാത്ര നടത്തുകയാണ്. തൻ്റെ കുട്ടിക്കാലം, താൻ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ച ആ പഴയ ഗ്രാമത്തിലേക്ക്. ഞാൻ വേറെ ഒന്നുമല്ല പറയണത്, വേറെ സിനിമയെക്കുറിച്ചല്ല. 2022 നമ്മുടെ പനാജി ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ പ്രദർശിപ്പിച്ച ഹിന്ദി സിനിമയാണ് 3 of Us. അവിനാഷ് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമ 2023 നവംബർ 3 തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. സിനിമയെ കുറിച്ച് പറയുമ്പോൾ സുശീല എന്ന കേന്ദ്ര കഥാപാത്രത്തെ ബേസ് ചെയ്തിട്ടാണ് സിനിമ നീങ്ങുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഡെമ്നീഷ്യ എന്നൊരു അസുഖം ബാധിച്ച് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അങ്ങനെ ഒക്കെ അനുഭവപ്പെടുന്നതുകൊണ്ട് ജോലി രാജിവെക്കുന്നു. പിന്നെ തൻ്റെ ഓർമ്മകൾ, നഷ്ടപ്പെടാൻ പോകുന്ന ഓർമ്മകളെ കുറിച്ച് ഓർത്ത് അപ്പോൾ അതിന് ഒന്നും കൂടി ഒന്ന് റീകളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കുട്ടിക്കാലം, താൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ എൻജോയ് ചെയ്ത ആ സ്കൂൾ കാലം, അതായത് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ താൻ പഠിച്ച ആ പഴയ ഗ്രാമത്തിലേക്ക് ഭർത്താവിനോടൊപ്പം യാത്ര തിരിക്കുകയാണ്. കൊങ്കണിലെ വിഖോർല എന്നൊരു ഗ്രാമമാണ് ഈ സിനിമയിൽ പറയുന്നത്. ആ ഗ്രാമത്തിൻ്റെ പേര് പറയുന്നത്. ആ ഗ്രാമത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിസുന്ദരമായിട്ടുള്ള ഗ്രാമമാണ്. സാധാരണക്കാരായ നാട്ടുകാർ ഇന്നത്തെ കാലത്തും ഇതുപോലെയൊക്കെ ഒരു ഗ്രാമം കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു ഗ്രാമം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെയുള്ള ഗ്രാമങ്ങളിലേക്ക് ഒരു യാത്ര നടത്താൻ ഒരു മോഹം തോന്നി. അപ്പോൾ അത്രത്തോളം മനോഹരമായിട്ട് ആ ചിത്രങ്ങൾ, ആ ഗ്രാമത്തിൻ്റെ ഭംഗി നമ്മളിൽ എത്തിക്കാൻ ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹന് സാധിച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിലെത്തുമ്പോൾ ഗ്രാമത്തിലെ പഴയ സ്കൂളിൽ പഴയ കൂട്ടുകാരെ കാണുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ കുട്ടിക്കാലത്തെ ആ കാമുകനെയും കാണുന്നു. പിന്നെ ആ കാമുകൻ്റെ ഒപ്പമാണ് ഇവർ രണ്ടുപേരും കൂടിയുള്ള യാത്ര. അതിസുന്ദരമായിട്ടൊരു അതിമനോഹരമായിട്ടുള്ള സിനിമ എന്ന് തന്നെ പറയാം. മാസ്റ്റർ ക്ലാസ് എന്ന് പറയാം. അവിനാഷ് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമ മാസ്റ്റർ ക്ലാസ് തന്നെയാണെന്ന് പറയാം. അതിഗംഭീരമാണ്, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു കൊച്ചു സിനിമയാണ്. ഇപ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് സുശീല എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് ഷെഫാലി ഷാ ആണ്. പിന്നെ ഭർത്താവിൻ്റെ ക്യാരക്ടറായിട്ട് എത്തുന്നത് സോനാനന്ദ് കിർക്കിരെ. അതുപോലെ ആ ബാല്യകാലത്തെ കാമുകനായിട്ട് എത്തുന്നത് ജയ്ദീപ് അഹ്ലാവത്താണ്. ഈ സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സുശീല എന്ന ക്യാരക്ടർ ആ കുറേ കാലമായിട്ട് ബോംബെയിലെ ആ ജോലി ജീവിതം, തിരക്കുള്ള ജീവിതത്തിൽ ഒരു ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയെ പോലെയായിരുന്നു. ആ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു സ്വാതന്ത്ര്യം അത് ശരിക്കും മനസ്സിലാവും. കാരണം തുടക്കമുള്ള ആ സീനുകളൊക്കെ കണ്ടാൽ സുശീല എന്ന ക്യാരക്ടറിൻ്റെ മുഖത്തുള്ള മാനസിക സംഘർഷങ്ങളും എല്ലാം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നതാണ്. അത് ഗ്രാമത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം, ആ മൊത്തം ബോഡി സ്റ്റൈൽ തന്നെ മാറണത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഈ സിനിമയിൽ ഓരോ ചെറിയ വേഷത്തിലെത്തിയവരും അതിമനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു സിനിമയ്ക്ക് ഒരു സ്ലോ പേസിലാണ് സിനിമ നീങ്ങുന്നത്. ആ സ്ലോ പേസിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സിനിമ അനുഭവം തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. കാരണം ഈ സിനിമയിലൊരു അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു തിരിച്ചറിവിൻ്റെ, ഒരു പുതിയ തുടക്കത്തിൻ്റെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു സന്ദേശങ്ങളോ ഉള്ളൊരു പടമാണ്. ഇപ്പോൾ ഈ സിനിമയിലുള്ള പോലെ പറഞ്ഞ 2 ഡയലോഗുകൾ അതൊന്ന് പറയണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കൂളിൽ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച സ്കൂളുകളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പഴയ ക്ലാസ്സുകളിലും നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, ഇത്രയും ചെറുതായിരുന്നു നമ്മുടെ ക്ലാസ് റൂമുകളെന്ന്. അത് നമുക്ക് ചെറുതായി പോയതാണോ? അല്ല, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സ് അത്രയും വലുതായിരുന്നു. അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് എത്ര ചെറിയ സ്ഥലങ്ങൾ പോലും നമുക്ക് വലുതായിട്ടാണ് തോന്നുക. പക്ഷെ അത് വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ മനസ്സിന് അതൊരു മാറ്റം വരുന്നുണ്ട്. ആ മനസ്സിന് മാറ്റം വരുമ്പോൾ ഇത്ര വലിയ സ്ഥലവും നമുക്കൊരു ചെറിയ സ്ഥലമായിട്ട് തോന്നിപ്പോകും. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇന്ന് എന്നുള്ളൊരു ദിവസം കഴിഞ്ഞാലേ നാളെ എന്നുള്ളൊരു ദിവസമുള്ളൂ. സോ ലിവ് ഫോർ ടുഡേ. നാളത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും ഈ സിനിമ കാണാൻ മറക്കരുത്. കാരണം അതിമനോഹരമായിട്ടുള്ള സിനിമയാണ്. ഇനി അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.